ഇസ്ലാം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പോലെ തന്നെ പ്രധാനമായി കാണുന്ന ഒന്നാണ് മനുഷ്യനും തമ്മിലുള്ള ബന്ധം. 60-70 വർഷം ജീവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവനും വിലയിരുത്തി അയാൾ തെറ്റുകുറ്റങ്ങളെ രണ്ടായി ചുരുക്കിയാൽ അതെന്താണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിചാരണ വേളയിൽ തെറ്റുകുറ്റങ്ങളെ രണ്ടായി ചുരുക്കി കുറ്റവാളിയാണ് എന്ന് വിധിയെഴുതി നരകാവകാശിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ തെറ്റുകുറ്റങ്ങളെ രണ്ടായി ചുരുക്കിയാൽ എന്തായിരിക്കും അത്? ഖുർആൻ പറയും, ഇന്നഹു കാന ലാ യുമിനു ബില്ലാഹിൽ അലീം വലാ യഹുദ്ദു വലാ ത്വഅമിൻ മിസ്കീൻ. നരകശിക്ഷയുടെ സകലമാന കാഠിന്യങ്ങളെയും വിശദീകരിച്ച ശേഷം അവിടെ പ്രവേശിക്കുന്ന മനുഷ്യൻ്റെ തെറ്റുകളെ രണ്ടായി ചുരുക്കുന്നു. ഒന്ന്, മഹാനായ അള്ളാഹു വിശ്വസിച്ചില്ല എന്നതാണെങ്കിൽ, രണ്ടാമത്തേത് അഗതിയുടെ അന്നം അയാൾക്ക് നൽകാൻ പ്രേരിപ്പിച്ചില്ല എന്നതാണ്. ഒന്ന് അള്ളാഹുവുള്ള ബന്ധം, രണ്ട് മനുഷ്യരുടെ ബന്ധം. കുറ്റവാളി തൻ്റെ കുറ്റം ഏറ്റുപറയുന്ന കാര്യവും ആ വാക്യവും വിശുദ്ധ ഖുർആനിലുണ്ട്. സ്വർഗാവകാശികൾ നരകാവകാശികൾക്ക് ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, എന്താണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാൻ കാരണം? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതീമുൽ മിസ്കീൻ, ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല, അഗതികൾക്ക് അന്നം നൽകിയിരുന്നില്ല. കാര്യം വളരെ വ്യക്തമാണ്. മനുഷ്യനും നമ്മുടെ ബന്ധത്തിന് എത്രമേൽ ഇത് പ്രാധാന്യം കൽപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേദഗ്രന്ഥത്തിൽ ഒരു ചോദ്യമുണ്ട്, എന്താണ് ഏറ്റവും പ്രയാസകരമായ സത്യശുദ്ധമായ ഗിരിമാർഗം, മലമ്പാത എന്താണ്? ഒമാതാക്കമൽ അഖബ, അത് അടിയാളിൻ്റെ മോചനമാണ്. കടുത്ത വറുതിയുടെ നാളിൽ ഏറെ പ്രയാസപ്പെടുന്ന മനുഷ്യന്, പരമദരിദ്രനായ മനുഷ്യന്, അടുത്ത ബന്ധുവായ അനാഥക്ക് മണ്ണ് പുരണ്ട അഗതിക്കുള്ള അന്നദാനമാണ്. ഭൂമിയിൽ മനുഷ്യൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രയാസകരമായ സത്യശുദ്ധമായ പുണ്യപാത ഏതി എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആന്റെ മറുപടിയാണ് അത് ഫക്കു റഖബ ഔ ഇത്യാമൻ ഫി യൗമിൻ ദി മസ്ബ യതീമൻ ദാ മഖറബ ഔ മിസ്കിനൻ ദാ മത്രബ. മണ്ണ് പുരണ്ട അഗതി എന്ന പ്രയോഗം ഏറെ മനോഹരമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ സർഗ സൗന്ദര്യം കതിരിട്ട് നിൽക്കുന്ന വിശുദ്ധ വാക്യം കൂടിയാണ് മണ്ണ് പുരണ്ട അഗതി എന്ന്. ഇനി നിങ്ങൾ ഓർത്തുക, എന്താണ് പുണ്യമെന്ന് വേദഗ്രന്ഥം ചോദിക്കുന്നുണ്ട്. പുണ്യം എന്തല്ല എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കലല്ല പുണ്യം. പിന്നെയോ ആ പുണ്യം വിശദീകരിച്ച് പറയുമ്പോൾ അടിസ്ഥാന വിശ്വാസകാര്യങ്ങൾ പറഞ്ഞ ശേഷം പറയുന്നത് അഗതിയുടെ അന്നം കൊടുക്കുക, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്നതൊക്കെയാണ്. ഈ മഹത്തായ സന്ദേശം അതാ ഒരു ഭാഗത്ത് രണ്ടിനെയും ഒരേപോലെ പ്രതിഫലിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ അതിവിശിഷ്ടമായ ആരാധനാകർമ്മമാണ് സകാത്ത്. ഒരു ഭാഗത്ത് അത് അതിവിശിഷ്ടമായ ആരാധനാകർമ്മമാണ്, അള്ളാഹുവിനെ സമർപ്പിക്കുന്ന ഉപാസനയാണ്. അതുവഴി വ്യക്തി ജീവിതത്തെ വിശുദ്ധമാക്കുന്നുണ്ട്. സ്വത്തിനെക്കുറിച്ച് അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്, മുതലാളിത്തവും സോഷ്യലിസവും സമർപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾ നിരാകരിക്കുന്ന മറ്റൊരു ദർശനത്തിന് അവതരണമാണ്. സമ്പത്ത് വ്യക്തിയുടേതല്ല, സമൂഹത്തിൻ്റേതല്ല, രാഷ്ട്രത്തിൻ്റേതല്ല, ദൈവത്തിൻ്റേതാണ്. അതിന് കൈകാര്യാവകാശമേ മനുഷ്യനുള്ളൂ എന്ന അതിപ്രധാനമായ ഒരു ആദർശത്തിൻ്റെ പ്രഖ്യാപനമാണ്, ഉജ്ജ്വലമായ പ്രഖ്യാപനം കൂടിയാണ് സക്കാത്ത്. അത് അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ ബാധ്യത പൂർത്തീകരണമാണ്. അതോടൊപ്പം അതിൽ ഗുണഭോക്താവാണ് ആരാധന ദൈവത്തിന്. ഗുണഭോക്താക്കൾ സമൂഹത്തെ ഏറ്റവും കഷ്ടപ്പെടുന്ന മനുഷ്യർ, അതാണ് സകാത്തിൻ്റെ സവിശേഷത. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ അത് വ്യവസ്ഥാപിതമായി നടക്കുന്നില്ല എന്നതാണ് അവസ്ഥ. കേരളത്തിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായ മുസ്ലിങ്ങൾ അവിടെ സക്കാത്ത് കൃത്യമായി നൽകുകയാണെങ്കിൽ സംശയമില്ല, കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമല്ല സാമ്പത്തിക വളർച്ചയും വികാസവും സാധ്യമാണ്. സക്കാത്ത് നൽകുന്നില്ല എന്ന് മാത്രമല്ല, നൽകുന്നവർ പോലും വ്യവസ്ഥാപിതമായി നൽകുന്നില്ല. റമദാനിൽ 1000, 2000, 5000, 10000 രൂപ ഇങ്ങനെ ചില വ്യക്തികൾക്ക് കൊടുക്കും. അത് പെരുന്നാളോടുകൂടി തീരും. അതുകൊണ്ട് ഈ കൊല്ലം കൊടുത്തവർ അടുത്ത കൊല്ലം കൊടുക്കും, വാങ്ങിയവർ വാങ്ങും. അഥവാ സക്കാത്ത് എന്നത് എപ്പോഴും ഒരേ കൂട്ടർ കൊടുക്കുകയും ഒരേ കൂട്ടർ വാങ്ങുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതിന് മാറ്റം വന്നാൽ സ്വാഭാവികമായും ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാണ്, സാമ്പത്തിക വികസനം സാധ്യമാണ്, സാമൂഹ്യ നീതിയുടെ പൂർത്തീകരണം സാധ്യമാണ്, സന്തുലിത വികസനം സാധ്യമാണ്. പക്ഷേ വ്യവസ്ഥാപിതമായി നിർവഹിക്കേണ്ടത് നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നാണ് പ്രത്യേകത. ഇങ്ങനെ കൊടുക്കുന്നവരോ അതും പൂർണ്ണമായി കൊടുക്കില്ല. നിങ്ങൾ ആരെങ്കിലും 3 റക്അത്ത് നിസ്കരിക്കണ്ടോ? ആരെങ്കിലും 3 റക്അത്ത് നിസ്കരിക്കുന്ന ലോകത്തുണ്ടോ? 2 റക്അത്ത് യാത്ര നിസ്കരിക്കും, പക്ഷേ 3 റക്അത്ത് നിസ്കരിക്കുമല്ലോ. മഗ്‌രിബ് ആരെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കുമോ? എന്നാൽ സക്കാത്തോ? സക്കാത്ത് കൃത്യമായി കണക്ക് നോക്കി കൊടുക്കുന്നത് വളരെ വിരളമാണ്. അവിടെയാണ് ഒരു മാറ്റം എന്ന് സക്കാത്ത് ആഗ്രഹിക്കുന്നത്. അതിനാണ് നിരന്തരമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. കൊടുക്കാൻ അർഹരായ ആളുകൾ മുഴുവൻ കൊടുക്കുവാൻ പ്രേരിപ്പിക്കുക വഴി അവരെ നരകത്തിൽ രക്ഷിക്കുക എന്ന അതിമഹത്തായ കൃത്യം കൂടിയാണ് സക്കാത്ത് നിർവഹിക്കുന്നത്.
അതൊരു ഭാഗത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാമൂഹ്യ നീതി സംസ്ഥാപനത്തോടൊപ്പം മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സക്കാത്ത് നിഷേധം, സക്കാത്ത് നൽകാതിരിക്കുക എന്ന ഗുരുതരമായ ഏറെ പാപമായ നരകാവസ്ഥത്തിന് കാരണമാകുന്ന കുറ്റകൃത്യത്തിൽ നിന്ന് ജനലക്ഷങ്ങളെ മോചിപ്പിക്കുക, വിശ്വാസമത്തെ മോചിപ്പിക്കുക എന്ന ദൗത്യം കൂടി ബൈത്ത് സക്കാത്ത് നിർവഹിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ബോധവൽക്കരണം. ഈ സമ്മേളനം മൂലം അതിനു വേണ്ടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാനത് നീട്ടിക്കൊണ്ടുപോകുന്നത് ബൈത്ത് സക്കാത്തിനെ കുറിച്ച് എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ചും അത് സമൂഹത്തിൻ്റെ ശാക്തീകരണം കൂടിയാണ്. അതിനാലാണ് വീട്, ഒരു പ്രാവശ്യം വീട് കൊടുത്തവർക്ക് പിന്നെ എന്തായിരുന്നാലും വീട് വേണ്ടി വരില്ല. 40ഓളം ഓട്ടോറിക്ഷകൾ ഈ വർഷം നൽകി. അവർക്ക് എന്തായിരുന്നാലും 8-10 കൊല്ലം സുഖമായി ജീവിക്കാം. അതുപോലെ 15 പേർ മത്സ്യം പിടിക്കുന്നവർക്ക് ബോട്ടും വലയും നൽകി അവർക്ക് സ്വൈരമായി കുറേ കാലം മത്സ്യം പിടിച്ച് ജീവിക്കാം. ഇങ്ങനെ ഇതിൻ്റെ എല്ലാ പദ്ധതിയും വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ്. അത് സിവിൽ സർവീസ് ഉണ്ട്. ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യം, ധ്രുവീകരിക്കപ്പെട്ട ഇന്ത്യൻ സാഹചര്യത്തിൽ പാർലമെൻറ്റ് പോലും അർത്ഥശൂന്യമായി മാറുന്ന കാലത്ത് അവസാനത്തെ അവലംബ കേന്ദ്രമെന്ന് കരുതപ്പെടുന്ന കോടതികളിൽ നിയമപോരാട്ടത്തിന് യോഗ്യരായ ആളുകളെ ഉണ്ടാക്കുക എന്ന അർത്ഥത്തിൽ നിയമപഠനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. ഓരോ ഗ്രാമത്തിനും യഥാർത്ഥത്തിൽ തന്നെ നിയമവിരുദ്ധാരികളുണ്ടാവും. എന്നാൽ ഒരുപാട് ആൾ അനീതിപൂർവമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും, അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ നിങ്ങളേവരും പങ്കാളികളാവണം. നിങ്ങൾ ഓരോരുത്തരും പ്രചാരകരാകുക. നിങ്ങളുടെ പ്രചാരണ വഴി ഒരാൾ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയാൽ അയാളുടെ പുണ്യത്തിൻ്റെ അംശം നിങ്ങൾക്കും ലഭിക്കും. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും സക്കാത്തിൻ്റെയും മത്സക്കാത്തിൻ്റെയും പ്രചാരകരും പ്രബോധകരുമാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.